കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ആലപ്പുഴയിൽ ഇത്തവണ നടക്കാൻ പോകുന്നത്. കെ.സി. വേണുഗോപാലും CIR രജിസ്റ്റർ ചെയ്തത് അന്വേഷണം വേഗത്തിലാക്കുവാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഒരാഴ്ചയ്ക്കുള്ളിൽ രേഖകൾ ആവശ്യപ്പെട്ട് എക്സാലോജിക്കിന് നോട്ടീസ് നൽകുവാനും ഇഡിയുടെ നീക്കമുണ്ട്. ആദ്യ നിർണായകമാണ് ഇഡിയുടെ വരും ദിവസത്തെ അന്വേഷണം. മാസപ്പടി കേസിലെ തുടർ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഇഡി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് അടക്കമുള്ള കമ്പനികൾക്ക് അടുത്തയാഴ്ച തന്നെ നോട്ടീസ് അയക്കാനാണ് ഇഡിയുടെ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇഡിയും കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRലും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് SFIO സംഘം പരിശോധിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ ണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്ന ഇഡി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. CMRൽ നിന്നും എക്സാലോജിക് സൊല്യൂഷനിൽ നിന്നും സേവനം ചെയ്യാതെ 1.72 കോടി രൂപ കൈപ്പറ്റി എന്നായിരുന്നു കണ്ടെത്തൽ. എക്സാലോജിക്കും CMRലും മാത്രമല്ല മറ്റ് 12 സ്ഥാപനങ്ങൾക്കും ഇഡി നോട്ടീസ് അയക്കും. എന്തിടപാടാണ് ഇവർ തമ്മിൽ നടന്നതെന്നാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും തുടർ നടപടിയായി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെ ഒരു അന്വേഷണം ആയുധമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ എതിരാളികളുടെ പ്രധാന ആയുധമായതിന്റെ ആശയക്കുഴപ്പത്തിലാണ് CPIM. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഇതര സർക്കാരുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതുപോലെ കേരളത്തിലും അവർ അത് തന്നെ ചെയ്യുകയാണ് എന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. മാസപ്പടിയിലെ അന്വേഷണത്തിലൂടെ മുഖ്യമന്ത്രിയെയാണ് കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യം വെക്കുന്നതെന്ന ബോധ്യവും CPIMനുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയമായി ഇടപെടുന്നുവെന്ന് പ്രചാരണം കൂടുതൽ ശക്തമാക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കവും. CAA ആയിരുന്നു തിരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയമെങ്കിൽ ഇപ്പോൾ മാസപ്പടി വിവാദവും കൂടി തിരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. ഇഡി കടുത്ത നടപടികളിലേക്ക് നീങ്ങിയാൽ നിയമപോരാട്ടം നടത്തുവാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. മാസപ്പടി കേസിലെ ഇഡി അന്വേഷണം തങ്ങൾ തമ്മിൽ പോരിൽ ആണെന്ന് CPIMും BJPയും വരുത്തുവാനുള്ളൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കോഴ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഇഡി അന്വേഷണം പെരുവഴിയിലായ പോലെ ഇതും പെരുവഴിയിലാകുമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. എങ്കിലും വിഷയം മുഖ്യ ചർച്ച വിഷയം ആകുമെന്ന് ഉറപ്പാണ്. ഇഡി അന്വേഷണം റദ്ദാക്കണം അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയനോ എക്സാലോജിക്കോ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്.